അടിപൊളി. ടൂവിന് വെയിറ്റ്. കൊലത്തൂക്ക് ടൂവിന് വെയിറ്റ്. അടിപൊളി. നല്ല പടമാണ്. 460 രൂപയ്ക്ക് മാംഗോ ചില്ലി എടുത്ത് 20 രൂപയ്ക്ക് 2 താറാമുട്ടയെ മാറ്റി ഞങ്ങൾ സുഖമായിട്ട് അടിക്കുമായിരുന്നു. എല്ലാം മാംഗോ ചില്ലി വേണം. ഇനി 450 ഇനി ആട്ട മാറണം. ഇനി ആട്ട രാവിലെ തൊട്ട് വൈകുന്നേരം ആടിയാൽ ഇനി കൊല്ലം കിട്ടുള്ളൂ. അമ്പലത്തിൽ പോകാൻ പോലും പറ്റിയില്ല. പക്ഷെ എന്നെ സൂര്യനെ നശിപ്പിച്ച ആ ശിവനുണ്ടല്ലേ, സത്യം പറയാനേ അവനെ കൂടാശ്രയം ചെയ്യണം. അതിനെ സൂപ്പർ. അടിപൊളി. സൂര്യയുടെ കമ്പാക്ക് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ആവറേജ് വേണം. ജയിച്ചിട്ടോ സെക്കൻഡ് ഹാഫ് ഫൈറ്റ് ഒക്കെ കൊള്ളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഫുള്ള് ആക്ഷൻ മൂവിയാണ്. സൂര്യ ഫാൻസിനാണ് ഇഷ്ടമാണ്. നല്ല പടം. അടിപൊളി. രാവിലെ വന്നതിന് ബെനിഫിറ്റ് ഉണ്ടോ? നല്ല പടം കാണാം. എന്താണെന്ന് ഒരു പിടിയില്ല. ഉറക്കം പോയി. 3 മണിക്ക് ഉറക്കം പോയി. സൂര്യയുടെ അഭിനയം കൊള്ളാം. പക്ഷേ പടം കൊള്ളില്ല. ശിവയുടെ ഒരു പാസം എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ ഇനി അറിയാം ഒരു ക്യാമിയോ റോളും കൂടെ ഉണ്ട്. അതാണ് ഒരു ക്യാമിയോ റോളുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റില്ല. സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടില്ല. ഫസ്റ്റ് തന്നെയാണ് സിനിമ. ഈ സെക്കൻഡ് ഹാഫിൽ എന്ത് പറഞ്ഞോന്ന് നീ സെക്കൻഡ് ഹാഫ് സെയിം ക്ലീശ അല്ലേ എല്ലാത്തിലും? അത് തന്നെയാണ്. പക്ഷേ എങ്കിലും സിനിമ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. അതിനത്ര ഉയർന്നിട്ടൊന്നുമില്ല സിനിമ. ആവറേജ് വേണം. അത്രയാണ്. ഒരു ആവറേജ് സ്ക്രിപ്റ്റാണ് മെയിനായിട്ട് പറ്റിപ്പോയത്. ആവറേജ് സ്ക്രിപ്റ്റിൽ ടെക്നിക്കൽ സൈഡ് ഭയങ്കര അടിപൊളിയായിട്ട് വിഷ്വൽ ട്രീറ്റാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ സ്ക്രിപ്റ്റ് എത്ര മോശമാണെങ്കിലും ഇവർക്ക് മാക്സിമം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു ലിമിറ്റില്ലേ, അതാണ് പറ്റിപ്പോയത്. വീക്കായി പോയ സ്ക്രിപ്റ്റായിപ്പോയി. അതാണ്. വില്ലൻ അടിപൊളിയാണ്. നല്ലൊരു ക്യാമിയോ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ സ്ക്രിപ്റ്റ് ഡൗൺ ആയിപ്പോയി. നമ്മൾ സ്ഥിരം കണ്ടുവന്ന സാധനം ഉമ്മാർ പിന്നെ എടുത്തിട്ട് ഇറക്കുകയാണ്. അതാണ് പറ്റിപ്പോയത്. സംഭവം ഉണ്ട്. 3Dയും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. വിഷ്വൽസ് എടുത്ത് വെച്ചിട്ട് ടെക്നിക്കൽ സൈഡെല്ലാം വെറും ബെസ്റ്റാണ്. പക്ഷേ സ്ക്രിപ്റ്റ് ഭയങ്കര ഫസ്റ്റ് ഹാഫ് അത്ര പോരാ. സെക്കൻഡ് ഹാഫ് പിന്നും അഭിനയം പറയേണ്ടതില്ലല്ലോ. അഭിനയമൊക്കെ നല്ലതാണ്. പക്ഷേ സിനിമ സൂര്യയുടെ അഭിനയം സൂര്യമുള്ള പക്ഷേ ശിവ ഇതുവരെ മാറിയിട്ടില്ല ഡയറക്ടർ. അവ ഇപ്പോഴും പഴയ പോലെ പണ്ടത്തെ സ്റ്റൈൽ ഒരു മാറ്റവും. പൈസ നല്ല പോലെ മുടക്കിയിട്ടുണ്ട്. സംഭവം എല്ലാം കൊള്ളാം. സിനിമാറ്റോഗ്രാഫി എല്ലാം കൊള്ളാം. പക്ഷേ ഡയറക്ടർ ഇപ്പോഴും പഴയ പോലെ. ശിവ വെച്ച് ചെയ്ത കേട്ടോ. കൊള്ളത്തില്ലേ? വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. ഷോർട്ട് ടൈം കൊടുത്തത് 5 മണിക്കാണ് ഇവിടെ സ്ക്രീൻ ചെയ്തത്. ഞങ്ങളുടെ 1 മണിക്കൂർ ആരും ഉത്തരവാദിത്വം പറയും. 1 മണിക്കൂറിന് കൊച്ചുങ്ങളും പിള്ളേരും കൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് 5 മണിക്കാണ് ഇവർ ഷോ ചെയ്തത്. 5 മണിക്ക് പടത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേ ഉള്ളു. ഒന്നും പറയാനില്ല. സൂര്യാണെന്ന് പറയാനില്ല. എൻ്റെ സൂര്യണ്ണ നിങ്ങൾ ഇനിയെങ്കിലും തല വെച്ച് പറയുന്നുണ്ട്. എന്തിനാണ് അതൊന്നും അറിയത്തില്ല. ചേട്ടാ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കുറച്ച് എന്താ പറയുക, കുറച്ച് ഐ ക്യാപ്ചറിങ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇഷ്ടമായി. പോസിറ്റീവ് സിനിമാറ്റോഗ്രഫി ഒക്കെ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ സൂര്യയുടെ പ്രസൻസ് നന്നായിട്ടുണ്ട്. പിന്നെ കാർത്തിയുടെ എൻട്രി വളരെ നല്ല പഞ്ചുള്ളതാണ്. പിന്നെ ക്ലൈമാക്സ് വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണമാണ്. പക്ഷേ ഡയറക്ടർ വെറുതെ വേസ്റ്റാക്കി. ബാക്കിയുള്ളതെല്ലാം കുഴപ്പമില്ല. ആക്ച്വലി സ്ക്രീൻ പ്ലേ കുറച്ച് ബെറ്ററായിട്ട് ചെയ്തിരുന്നാൽ നല്ലതായിരുന്നു. ഫൈറ്റ് സീൻ കുഴപ്പമില്ല. അതൊക്കെ ഓക്കെയാണ്. ഈ സ്റ്റോറി ഇടയ്ക്ക് സെൻറ്റിമെൻറ്റ് സീൻസ് ഒക്കെ ഭയങ്കര മോശമായി പോയി. അതൊക്കെ സെറ്റായിട്ടില്ല. ബാക്കിയുള്ള കൊള്ളാം. അത്രയും മോശമായിരുന്നു. ഭയങ്കര ഹൈപ്പ് കൊടുത്തിറക്കിയ ഫിലിമായിരുന്നു. എത്ര ഹൈപ്പ് കൊടുത്തിട്ട് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനും ഒരു സൂര്യ ഫാനാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് വന്നൊരു ഫിലിമായിരുന്നു തിയേറ്ററിൽ. എനിക്ക് ഇഷ്ടമായില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തിയേറ്റർ
മൊത്തത്തിൽ അടിപൊളിയാണ്. പക്ഷേ പടം ഇത് എന്തുവാ, കങ്കുവാണോ അത് എന്തുവാണോ, അത് ഒറ്റ ചോദ്യം. ഏത് ലാംഗ്വേജിലായിരുന്നാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നമുക്ക് ഏതൊരു കാര്യത്തിനുമേ ഒരു തുടക്കം, ഒരു നടുക്കം, ഒരു ഒടുക്കം. ഇത് എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു